നയന വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലാവുന്നതും അത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് ആദർശ് മറ്റുള്ളവർ അറിയുന്നതൊക്കെയായിട്ട് നമ്മൾ ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ യാസി ടക്സിലും മറ്റു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ആദർശും കനവക്കട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് വലിയൊരു പ്രതീക്ഷയൊന്നും നയനയുടെ കാര്യത്തിൽ വെക്കണ്ടാന്ന്. ഇത് കേട്ട് ആകെപ്പാട് തകർന്നൊരവസ്ഥയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ രാത്രി മൊത്തം ആരും ഉറങ്ങാതെ അവിടെ ഇരുന്ന് കഴിച്ചു കൂട്ടുകയാണ്. ഈ സമയത്ത് നവ്യയും ദേവ്യാനെയൊക്കെ വന്നിട്ട് മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശന് ഗുളികകളൊക്കെ കഴിക്കാനുള്ളതല്ലേ. നയന എപ്പോഴും മുത്തശ്ശനെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതല്ലേ. ഇതൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശൻ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കുക, ഗുളികയൊക്കെ കഴിക്കുന്ന പറയുമ്പോൾ എൻ്റെ മോള് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ പോയി സമാധാനമായിട്ടിരിക്കുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അതെ, ഇവളുടെ കാര്യം എന്താണെന്ന് അറിയാതെ ഞങ്ങൾ എങ്ങോട്ടേക്കും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. കനകം പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുത്തശ്ശിയും ഇവിടുന്ന് പോകണം. നിങ്ങൾ അവിടെ പോയി റെസ്റ്റ് എടുക്കുക, അതിനുശേഷം രാവിലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അബിയും ജലജയും പറയാണ്, അതെ, അവർ പറഞ്ഞത് ശരിയല്ലേ. അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അത് നയനയ്ക്ക് സഹിക്കാനാവില്ല. അത് മാത്രമല്ല ഒരുപാട് ടാബ്ലറ്റ് ഒക്കെ കഴിക്കാനുള്ളതല്ലേ രണ്ടുപേർക്കും. ബാ അഭിമോനെ, രണ്ടുപേരെയും കൊണ്ട് വീട്ടിലാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ സ്നേഹമുള്ളതുപോലെയും വളരെ കെയറിങ് ഉള്ളതുപോലെയും അഭിനയിക്കുകയാണ് കേട്ടോ ജലജയും അഭിയും. അങ്ങനെ ആദർശ് വല്ലാത്തൊരു മാനസികാവസ്ഥയില് തകർന്ന തരിപ്പണമായിട്ടോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദൻ കനകയെ വിളിക്കുന്നുണ്ട്. നീ എവിടെ പോയതാ? രാവിലെ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. ഇടയ്ക്ക് വിളിച്ചപ്പോഴൊന്നും ഫോൺ എടുത്തുമില്ല. നയനമ്മളുടെ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ്. നവ്യമോളും എടുക്കുന്നില്ല. എന്താ സംഭവിച്ചേ? ഞാനിപ്പോൾ അനന്തപുരത്തിലേക്ക് വരാൻ ഒരുങ്ങാന്ന് പറയുമ്പോൾ കനകം പറയുന്നുണ്ട്, അയ്യോ ഗോവിന്ദേട്ടാ, ഇങ്ങോട്ടൊന്നും വരണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. ഞാൻ നയനമോളെ എന്ന് കാണാൻ വന്നതാ. അപ്പോൾ നയനമോൾക്ക് ഒരേ നിർബന്ധം ഇവിടെ തന്നെ നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നേ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നിനക്കൊരു വാക്ക് വിളിച്ച് പറയത്തില്ലേ? നന്ദുമോളെ നീ എന്തിനവിടെ നിർത്തിയേ? നന്ദുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോലെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ലേ? അനാമിക അവിടെ ഉള്ളതല്ലേ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? അപ്പോഴേക്കും കനകം പറയാണ്, ഇല്ല ആദർശ്, ഇല്ല ഗോവിന്ദേട്ടാ, നന്ദുവിനെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കെട്ടാക്കാണ്. മോളെ, അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല, മോളൊന്നും അറിയിക്കരുത്. മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനാ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ പോകണമെന്ന് പറയുമ്പം അമ്മ എന്തായി പറയുന്നേ? എന്നെ ചേച്ചിന് ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ എങ്ങനെ അവിടെ പോയി സമാധാനത്തിരിക്കും? അമ്മ ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറയുമ്പം എൻ്റെ പൊന്നുമോളല്ലേ, അല്ലേ ഗോവിന്ദേട്ടൻ അറിഞ്ഞുകൊണ്ടെന്ന അവസ്ഥയൊക്കെ മോക്കറിയാമല്ലോ. നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു ഈ അവസ്ഥയിലാണെന്ന് അറിഞ്ഞാൽ അച്ഛനത് താങ്ങാനാവില്ല മോളെ. അമ്മേ, എന്ത് പറഞ്ഞാലും ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടല്ലേ. എൻ്റെ പൊന്നുമോളല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. എൻ്റെ പൊന്നുമോളൊന്ന് പോവും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, അതേ നവ്യമോൾ, അതേ നന്ദു, ഞങ്ങളെല്ലാവരും ഇവിടെ അല്ലേ, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. നിന്നെ അപ്പം ഞങ്ങൾ വിളിക്കുകയും ചെയ്തോളാം. എൻ്റെ പൊന്നുമോള് പോ, അച്ഛനൊരു ബുദ്ധിമുട്ടാവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തോ മനസ്സോടെ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പോകാൻ നേരം അവളൊന്ന് ഇടങ്ങണിട്ട് അനിയെ നോക്കുന്നുണ്ട്. അനിയും ആ ഒരു പഴയ സ്നേഹത്തിന്റെ പുറത്ത് അവളെ നോക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ചാരിക്കിടക്കാണ്. ഈ സമയത്ത് അനി പോയിട്ട് എല്ലാവർക്കും ഓരോ കുപ്പി ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ദാ എല്ലാവരും ഇത് കഴിക്ക്, രാവിലെ തൊട്ട് ആരും ഒന്നും ആഹാരം കഴിക്കാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, ഇല്ലടാ വേണ്ട, എനിക്കൊന്നും വേണ്ട, നീയും പോയിക്കോ, അനാമിക അല്ലെങ്കിൽ അനാമിക്ക് പിണക്കാവില്ലേ എന്ന് പറയുന്നുണ്ട്. ഓ, അനാമിക മുത്തശ്ശിയുടെയും കൂടെ പോയിട്ടുണ്ടല്ലോ. ജലജ അപ്പച്ചിയും അബിയും പോയിട്ടുണ്ട്. അവരുടെ കൂടെ അവൾ പോയതല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉടക്കുണ്ടാക്കും. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഉടക്കുണ്ടാക്കിയാൽ അവൾ ഉണ്ടാക്കട്ടെ, എനിക്കെന്തായാലും എൻ്റെ ഏടത്തിയാ വലുത്. ഏടത്തിക്ക് എന്താണെന്നറിയാതെ ഞാൻ പോവില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ആദർശും അതുപോലെ തന്നെ കനകവും പിന്നെ ബാക്കി എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. നവിയും അനിയും മാത്രമേ നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ജാനകിയും അനാമികയും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ആവുകയാണ്. ആദർശാണെങ്കിൽ ഒരു തുള്ളി പോലും ഉറങ്ങാതെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഡോക്ടർ ചെക്കപ്പിനായിട്ട് വരുന്നുണ്ട്. ഡോക്ടർ, എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? പ്ലീസ് ഡോക്ടർ, ഞാൻ കാല് പിടിക്കാം, എൻ്റെ ഭാര്യ ഞാൻ ഒന്ന് കണ്ടോട്ടെ. മിസ്റ്റർ ആദർശ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു സർജറി കഴിഞ്ഞ് വന്ന പേഷ്യൻ്റാ. അകത്തേക്കൊന്നും ആരും കടത്തിവിടാൻ പാടില്ല. അവർക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ അവരുടെ സ്ഥിതി എന്താണെന്ന് ഒരു തുള്ളി പോലും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനിടയിൽ മറ്റുള്ളവരെ കയറി കാണിക്കാന്ന് പറഞ്ഞാൽ അതൊട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്തേക്ക് കയറി പോയതിനു ശേഷം നയനെ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയാണ്, ആദർശ്,
ഇതുവരേക്കും നയനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങളെല്ലാവരും ഈശ്വരോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. രാത്രിയിലും നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതുവരേക്കും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്ക് മാരകമായൊരു ആക്സിഡന്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഡോക്ടർ പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും അവിടെ നിന്നുണ്ട് ആദർശും അതുപോലെ കനകം എല്ലാം പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അനിയാണെങ്കിൽ അവര് രണ്ടുപേരും ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നവീനെയൊക്കെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ആദർശ് അവിടെ അവന് ഗ്ലാസിന്റെ അടുത്ത് പോയി നിന്നിട്ട് നയനെ ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവനെ ഗ്ലാസിന്റെ ചില്ലിൽ കൂടെ നയന അവിടെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴേക്കും അവന്റെ ഉള്ളു പിടയുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ പറയാണ്, നയന ഒരിക്കൽ പോലും ഞാൻ നിന്റെ സ്നേഹം മനസ്സിലാക്കിയില്ല. വന്ന നാളെ മുതലേ നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു. അപ്പോഴെല്ലാം ഞാൻ നിന്നെ ഒരുപാട് അവഗണിച്ചു. നിന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് ഞാൻ പുച്ഛിച്ചു. നിന്റെ കഴിവിനെയും നിന്റെ സ്നേഹത്തെയും എല്ലാം ഞാൻ അപകീർത്തിപ്പെടുത്തി. അതിന് എനിക്ക് ദൈവം നിന്ന ശിക്ഷയായത്. പക്ഷെ അത് നിന്നിലൂടെ ആയിരുന്നു വേണ്ടത്. എന്നിലൂടെ ആയിരുന്നു വേണ്ടത്. നിനക്കൊരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഈശ്വരൻ എനിക്ക് ഈ ശിക്ഷ തന്നാൽ മതിയായിരുന്നു. ഇപ്പൊ നീ അനുഭവിക്കുന്ന വേദന അത് ഈശ്വരൻ എനിക്ക് തന്നാൽ മതിയായിരുന്നു. നിന്നെ ഒരുപാട് ദ്രോഹിച്ചതിനും നോവിച്ചതിനുമായിട്ട് ഞാൻ അതങ്ങ് എടുത്തേനെ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുമ്പം ആദർശ് പറയാണ്, ഡോക്ടർ എനിക്ക് ഒന്ന് കാണണം, എൻ്റെ നയനെ എനിക്ക് ഒന്ന് കാണണം എന്ന് പറയുമ്പം ആദർശ് പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം, അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോയിട്ട് ഡോക്ടർ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ആദർശിന് ഒരു വിഷമസ്ഥാനം കണ്ടിട്ട് അയാൾ പറയുന്നുണ്ട്, ഓക്കെ PP കിറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇതായിട്ട് വേണമെങ്കിൽ തന്നെ കയറ്റാന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാൻ റെഡിയാന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ എല്ലാ പ്രൊട്ടക്ഷനും കൂടിയിട്ട് തന്നെ ആദർശിനെ അകത്തേക്ക് ഡോക്ടർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആദർശ് നയന അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നയനയുടെ ആ ഒരു കിടപ്പൊക്കെ കണ്ടിട്ട് ആദർശിന് വല്ലാണ്ടങ്ങ് വിങ്ങി പൊട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന എഴുന്നേക്ക് നയന, പ്ലീസ് എന്നെ ഒന്ന് നോക്ക്. നീ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് നയന എന്നെ ഒന്ന് നോക്ക് നയന നീ ഇല്ലാതെ ഞാൻ ഉണ്ടായിരിക്കില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ആദർശം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നയനയ്ക്ക് ഒരു അനക്കം പോലും ഇല്ല. അപ്പോഴേക്കും നയനയുടെ കയ്യിൻ്റെ അവിടേക്കും ആദർശ് കൈ വെച്ചിട്ട് നയനാന്നും പറഞ്ഞ് അവിടുന്ന് പൊട്ടിക്കരയാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ആദർശിനൊരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നയനയുടെ കൈ പയ്യെ ആദർശിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് നഴ്സും ഡോക്ടറും ആദർശ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ കൈ ഇങ്ങനെ നോക്കുകയാണ് ആദർശ്. അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, നയന റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആദർശ് എന്തിനൊക്കെ പറയാണ്. നയന സത്യമായിട്ട് ഞാൻ പറയാം, നീ എനിക്ക് ഈ ലോകത്തെല്ലാം, നീ അല്ലാതെ മറ്റൊന്നും എനിക്കില്ല. നീ ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ലോകത്തുണ്ടായിരിക്കില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കൂടെ ഞാനും വരും നിന്റെ കൂടെ. നീ ഇല്ലാതെ ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. എനിക്കിപ്പോൾ എല്ലാവരെക്കാട്ടിലും വലുത് നീ മാത്രമാണ്. നീ എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഇപ്പോൾ എൻ്റെ ഭാര്യനെക്കാട്ടിലും മറ്റു മുകളിലൊരു സ്ഥാനത്തില്ല എന്നൊക്കെ ആദർശ് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നയന ആ കൈ മുറുക്കെ പിടിക്കുന്നുണ്ട്. നയനയുടെ ഒരു കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. പക്ഷെ നയന കണ്ണൊന്നും തുറക്കുന്നില്ല. അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാ. നയന എന്തായാലും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ആദർശ് പുറത്ത് നിൽക്കുക, ഇനി ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കനകൻ ചോദിക്കുകയാണ്, മോനെ എന്താ പറഞ്ഞു ഡോക്ടർ, എന്താ പറഞ്ഞു, എൻ്റെ മോക്ക് എങ്ങനെയുണ്ട്? അമ്മേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ നയനയുണ്ടല്ലോ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവളുടെ കണ്ണീന്ന് വെള്ളം വന്നു. ഡോക്ടർ അതൊരു പോസിറ്റീവ് ആണെന്നാ പറഞ്ഞത്, എനിക്ക് സന്തോഷമായടാ എന്നും പറഞ്ഞിട്ട് അനിയ കയറി കട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ആണോ ആദർശേട്ടാന്ന് ചോദിച്ച് നവ്യമോട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തന്നെ മുത്തശ്ശനെ വിളിച്ച് പറയട്ടെ, അവർ കുറേ നേരം കൊണ്ട് വിളിക്കാമെന്ന് അനി പറഞ്ഞിട്ട് മുത്തശ്ശനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇറ്റ്സ് മീ ആസി. താങ്ക്സ് ഫോർ വാച്ചിങ്.